നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 1-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 18-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഉദയനക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഇപ്പോൾ ജ്യോതിഷശാസ്ത്രപ്രകാരം ഭരണി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല, ഊൺനാളുകളിൽ പെടുന്നതല്ല ഭരണി. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം അത്ര കണ്ട് ശുഭനക്ഷത്രമല്ല. അതുപോലെ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ പൊതുവെ ശുഭഗ്രഹം അല്ല. അതുകൊണ്ട് ഇന്ന് ശുഭദിനവുമല്ല, ശുഭനക്ഷത്രവുമല്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ ശുഭകാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. പലതരത്തിലുള്ള തടസ്സഭാവങ്ങൾ ഉണ്ടാകാൻ ഇടവരുന്ന ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് ശത്രുത കൂടുതലുണ്ടാകുന്ന ദിവസമാണ്. ചൊവ്വ ശത്രുഗ്രഹം ആയതുകൊണ്ട് അസൂയാലുക്കളും ശത്രുക്കളും വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശത്രുക്കളുടെ എണ്ണം കൂടാനിടവരും. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളിലും ഇടപെടാൻ. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് മീനമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഷിക ഫലത്തെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയുക. ഇപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് അത്ര കണ്ട് സന്തോഷപ്രദമല്ല. കാരണം ചൊവ്വാഴ്ചയും ആയിട്ട് വന്നിരിക്കുകയാണ്. ചൊവ്വ അഗ്നികാരകനാണ്. തീപ്പൊള്ളലേക്കാം, കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാവാം, ആക്സിഡൻ്റ് ഉണ്ടാവാം, പലതരത്തിൽ ശത്രുക്കളുടെ ബുദ്ധിമുട്ടുണ്ടാവാം, ശത്രുഭയം ഉണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു വർഷക്കാലമാണ് നിങ്ങൾക്കെന്നറിയുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഒരു വർഷം കൊള്ളൂല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞു വരുന്നത്. നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാൻ എന്ത് ചെയ്യാം എന്നതറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കണേ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഭരണി നക്ഷത്രക്കാർ, മീനമാസത്തിലെ ഭരണി നക്ഷത്രക്കാർ ശരിക്കും ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മുരുക ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തുന്ന ഒരു വർഷ കാലവും. അതുപോലെ അഗ്നിഭയമൊന്നും ഉണ്ടാവാതിരിക്കാനും തീപ്പൊള്ളലൊന്നും വരുന്നതിനൊപ്പം തന്നെ മറ്റ് ആക്സിഡൻ്റൊന്നും ഉണ്ടാവാതിരിക്കാനുമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും ജലധാരിയും നടത്തണം ഈ ഒരു വർഷക്കാലവും പക്കപ്പിറന്നാൾ തോറും. ഒരു ദോഷപരിഹാരത്തിനായി എന്ത് ചെയ്യണം? ഈ അസുഖങ്ങളോ അപകടങ്ങളോ വരാതിരിക്കാൻ മൃത്യുഞ്ജയ യന്ത്രവും ശ്രീമുരുക യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല. എന്നാലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. സാധാരണയായിട്ട് 3 മണി മുതൽ 4:30 മണി വരെയാണ് രാവുകാല സമയം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണിക്കല്ല രാവുകാലം തുടങ്ങുന്നത്. 3:30 തൊട്ട് 5 മണി 1 മിനിറ്റ് വരെ ആണ് രാവുകാല സമയം. അപ്പോൾ ഓരോ ശുഭകാര്യത്തിന് തിരിയുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ദിവസം ചെയ്തു കൂടാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അതിലിന്ന് ഗുളികകാല സമയം വരുന്നത് 12:28 തൊട്ട് 1:59 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:27 തൊട്ട് 10:58 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് എന്ന് പറയുന്നത് എന്തൊക്കെ കഷ്ടതയുണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റി നിർത്തി ശുഭപ്രകാശം തരുന്ന സമയമാണ്
അഭിജിത്ത് മുഹൂർത്ത സമയം. 12:04 തൊട്ട് 12:52 വരെ ആണ് 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഇതിലൊരു 4 മിനിറ്റ് കൊള്ളത്തില്ല എങ്കിലും ശരിക്ക് അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് അത്യാവശ്യം ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈശ്വരാധീനം കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ കൊണ്ട് എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച് പോകാൻ സാധിക്കും. ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.